ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ശ്രീരാമ നവമി ദിനത്തിൽ തിരുവില്ലാമലയിൽ വർഷം തോറും നടത്തിവരാറുള്ള ഗിരിപ്രദക്ഷിണം ഞായറാഴ്ച നടക്കും. ശ്രീരാമനവമി ദിനത്തിൽ വർഷം തോറും ശ്രീരാമനാമ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള ഗിരിപ്രദക്ഷിണം ഏപ്രിൽ 6 ഞായറാഴ്ച കാലത്ത് 4:30 തിരുവില്ലോമല ശ്രീ വില്ലോദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. വില്ലോദ്രിനാഥന് പ്രിയങ്കരമായ ആരാധനാക്രമമാണ് നാമജപത്തോടെയുള്ള ഗിരിപ്രദക്ഷിണമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഞായറാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി പകർന്നു നൽകുന്ന ദീപവും അലങ്കരിച്ച രഥത്തിൽ ശ്രീ വില്ലോദ്രിനാഥന്റെ ചിത്രവും വഹിച്ച് നാമജപത്തോടുകൂടി പുറപ്പെട്ട് കൂടാരംകുന്ന്, പാമ്പാടി, പാമ്പിൻകാവ്, തോട്ടിൻപള്ള, നടുവത്തപ്പാറ, മലേശമംഗലം, തിരുവില്ലോമല സെന്റർ, സായി ക്ഷേത്രം വഴി കാൽനടയായി വന്ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പര്യവസാനിക്കും. മഹർഷിയെപ്പോലുള്ള ഋഷീശ്വരന്മാർ തപസ്സനുഷ്ഠിച്ച് ദർശനപുണ്യം നേടിയ തപോഭൂമിയാണ് തിരുവില്ലോമല. ശ്രീരാമനവമി ദിവസം ഏപ്രിൽ 6 ഞായറാഴ്ച നടത്തുന്ന ഗിരിപ്രദക്ഷിണ ചടങ്ങുകളെക്കുറിച്ച് ശ്രീരാമനാമ ഭജന സമിതി പ്രസിഡന്റ് TL രാമചന്ദ്രയ്യർ വിശദമാക്കുന്നു. നമ്മുടെ ഈ 2025 ഗിരിപ്രദക്ഷിണം ഏപ്രിൽ 6 ഞായറാഴ്ച അതിഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളും അറിയിക്കുന്നു. ആ ഗിരിപ്രദക്ഷിണത്തിൽ എനിക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇത് തിരുവില്ലാമല ഭജനസമിതി കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഒരുപാട് ജനങ്ങൾ ഇതിൽ പങ്കുകൂടാറുണ്ട്. തിരുവനന്തപുരത്തും കാസർഗോഡും കണ്ണൂരിൽ നിന്നൊക്കെ തലേദിവസം ആൾക്കാർ വന്ന് ഇതിൽ കൂടാറുണ്ട്. ഈ നാമം ജപിച്ചിട്ടുള്ള ഈ ഒരു ഗിരിപ്രദക്ഷിണം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഗുരുനാഥന്മാരും ഞങ്ങളെ പഠിപ്പിച്ച പ്രകാരം അവരുടെ ആ ഒരു സ്മരണയ്ക്കും കൂടി ആയിട്ടാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ കാലത്ത് 4:30 നട തുറന്ന് ഭഗവാന്റെ ആ ശ്രീകോവിലിൽ നിന്ന് അവിടുന്ന് മേശാന്തി ദീപം പകർന്ന് നമ്മുടെ വളക്കിലേക്ക് പകർന്നു തരും. അതോടുകൂടി നമ്മൾ ആ ദീപം ഇവിടെ കൊണ്ടുവന്ന് ദീപസ്തംഭത്തിന് മുമ്പിൽ വെച്ച് ആദ്യം പ്രാർത്ഥനകളെല്ലാ ശ്ലോകങ്ങളും ചൊല്ലി അത് കഴിഞ്ഞ് രാമനാമം ഉരുവിട്ട് എല്ലാ ഭക്തജനങ്ങളെയും കൂട്ടിക്കൊണ്ട് അമ്പലം വഴി അങ്ങനെ നടന്ന് പാമ്പാടി സെൻട്രലെത്തി പാമ്പാടിയിൽ നിന്ന് നേരെ അങ്ങനെ നടന്ന് പാമ്പുംകാവ് വഴി പോയി പാമ്പുംകാവിൽ നിന്ന് നേരെ തോട്ടുംപള്ള അങ്ങനെ മുക്ക് വന്ന് മലേശമംഗലം വഴി വന്ന് അങ്ങനെ തിരുവില്ലാമല സെൻട്രൽ കയറി സെൻട്രലിൽ നിന്ന് നേരെ സായിബാബ അമ്പലം ടച്ച് ചെയ്ത് നേരെ തിരുവില്ലാമല അമ്പലത്തിൽ വന്ന് പ്രദക്ഷിണത്തോടുകൂടി പര്യവസാനിക്കുകയാണ് എല്ലാ കൊല്ലം പതിവ്. 16.5 കിലോമീറ്റർ ഉണ്ട്. ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇതുള്ളൂ. ഇതിലേക്ക് എല്ലാ ഭക്തജനങ്ങളും പങ്കുചേരാറുണ്ട്. അവരൊക്കെയോ പല ആളുകൾക്കും പല അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഷുഗറുള്ളവർക്ക് അവരൊന്നും ഉണ്ടാവാറില്ല. ഓരോ അസുഖങ്ങളും ഇതിൽ വന്ന് ചേർന്നവർക്ക് ഇത് കഴിയുമ്പോഴേക്കും അവർ അസുഖങ്ങളൊക്കെ മാറും. അത്രയും ശക്തിയായിട്ടുള്ള ഒരു നാമജപ പ്രദക്ഷിണമാണത്. ഇതിൻ്റെ ഉദ്ദേശം തന്നെ പണ്ട് ഈ തപസ് ചെയ്തിട്ടുള്ള ഋഷീശ്വരന്മാർ ഇപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വിശ്വാസം. ആ ഋഷീശ്വരന്മാർ ഒരു പ്രദക്ഷിണം വർഷത്തിലൊരിക്കൽ വയ്ക്കുക. ഇത് ദേവപ്രശ്നത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഈ രാമനാമ ഭജന സമിതി ഇപ്പോൾ അത് വിടാണ്ട് കൊണ്ടുപോകേണ്ടത്. അതിന് ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം വർദ്ധിക്കാനും അതുപോലെ ക്ഷേത്ര പുനരുദ്ധാരണങ്ങൾ നടക്കാനും ഇവിടുത്തെ ഭക്തജനങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ നടത്തുന്നത്. ഇതേപോലെ വീഴ്ച കൂടാണ്ട് ഈ കൊല്ലങ്ങളും നടത്തി തരണമെന്ന് ഭഗവാനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞായറാഴ്ചയാണ്. അത് കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം അതേപോലെ നാമപ്രദക്ഷിണം നടത്തുന്നുണ്ട്. അതിനും എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കുകൂടാം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. ഈ പ്രാർത്ഥന നടത്തുകയാണ്. സെക്രട്ടറി C. രാമചന്ദ്രൻ വൈകുണ്ഠം, ട്രഷറർ K. രാജമോഹൻ, സമിതി എക്സിക്യൂട്ടീവ് അംഗം C. കൃഷ്ണൻകുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു. CCV ന്യൂസ്, തിരുവില്ലോമല.